അതെ, 3 വർഷത്തേക്ക് 3 വയസ്സാവുന്ന തന്നെ എനിക്ക് തുടങ്ങുന്ന വലിയ പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു അത്ര വലിയ താല്പര്യമൊന്നും ആളുകൾക്ക് ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല. ഇന്ന് നമ്മൾ സിനിമയിൽ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ പറയുന്ന പോലെ നിർമ്മാതാക്കൾക്കൊന്നും യാതൊരു വിലയുമില്ലാതെ അതായത് നടന്മാരുടെ മാത്രമാണ് സിനിമ എന്ന അങ്ങനെയല്ല. ഞങ്ങളുടെ എല്ലാവരുടെയും ആയിരുന്നു സിനിമ എന്ന് കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മാതാവിൽ നിന്ന് അതിലേറ്റവും അവസാനം വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ വരെയുള്ള എല്ലാവരും ഒത്തുകൂടിയാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. അതിനൊരു ഉദാഹരണമാണ് ആ വിഭാഗത്തിലുള്ള എല്ലാവരും ഈ ടി മദ്രാസിലൂടെ ഈ കൂട്ടായ്മയിൽ ഈ സൗഹൃദത്തിൽ വരുന്നത്. ഇന്ന് നമ്മൾ 96 വയസ്സായ പ്രൊഫസറിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും. ഒരുപാട് പേര് കണ്ണു നിറയുന്ന ഞങ്ങൾക്ക് കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക. എത്ര കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. KS ഗോപാലകൃഷ്ണൻ സാറ് ശരിക്കും അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. ജോഷിയേട്ടനൊന്നും ഇങ്ങനെ ഒരു പ്രോഗ്രാമിനും അങ്ങനെ നിൽക്കാറില്ല. ജസ്റ്റ് ഓടി വന്ന് ഇങ്ങനെ പോകും. പക്ഷേ കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ ജോഷിയേട്ടൻ ഇങ്ങനെ ഇതിൻ്റെ കൂടെ എത്രയും എല്ലാവരും ഇമോഷണലി വല്ലാതെ ബോണ്ടിങ് ആണ്. ഈ കൂട്ടായ്മ ഇവിടെ വരുമ്പോഴാണ് എല്ലാവർക്കും ഒന്നിച്ച് കാണാൻ പറ്റുന്ന, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത് തുടങ്ങിയിട്ട് ഫെയിലിയർ ആയില്ലല്ലോ. ഇന്നലെ ഞാൻ എന്നോട് പറയാം, ഇത് എവിടെ വരെ പോകും എന്ന് ചോദിക്കുമ്പോൾ 60, 70, 80കൾ 3 തലമുറയിലുള്ളവരാണ് ഈ കൂട്ടായ്മയിലുള്ളത്. 3 തലമുറയിലുള്ളവരെല്ലാം ഇല്ലാതെ കഴിയുമ്പോൾ ഈ കൂട്ടായ്മ ഇല്ലാതെയാകും എന്ന് എനിക്കൊരു ചെറിയ കുറച്ച് കാലം എടുക്കും. എന്നാലും ഉള്ളിടത്തോളം കാലം ഞങ്ങളിങ്ങനെ എല്ലാ വർഷവും കൂടുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടി ഒരുപാട് പേര് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നിന്ന് പോകരുത് ഭാഗ്യലക്ഷ്മി, അതിന് എന്ത് സാമ്പത്തിക പ്രശ്നം വന്നാലും ഞങ്ങളെ അറിയിക്കണം. പക്ഷെ കഴിയുന്നത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങളിത് കൊണ്ടുപോകുന്നുണ്ട്. ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും ഒത്തുകൂടുക എന്ന് പറയുന്നത്.